ദേഹം മുഴുവൻ വേദന. എനിക്കുണ്ട്. ഇത് കുടിക്ക. താങ്ക് യു സർ. സ്മോളിൽ വെച്ചോടെ ഉണ്ടാവോ? അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അയാൾക്കൊരു 20 ലക്ഷം രൂപ കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ? അതെ, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. അയാൾക്ക് കൊടുക്കാനുള്ള 20 ലക്ഷം രൂപ ഞാൻ തരാം. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ നല്ല സ്നേഹമുള്ള ആളാണെന്ന്. അതാ നീ എപ്പോ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ല, അത് തന്നെ ധാരാളം മതി. യെസ്, ഐ ക്യാൻ ഹെൽപ്പ് യു. പക്ഷേ അതിന് പകരമായിട്ട് സുധി എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? പറയാം. ഞാനിപ്പോ ഒരു പരീക്ഷണത്തില. അതായത് ഈ സ്ത്രീകൾ ഗർഭം ധരിക്കുന്നത് പോലെ തന്നെ വേണമെങ്കിൽ പുരുഷന്മാർക്കും ഗർഭം ധരിക്കാം. യെസ്, ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. മമ്മൂട്ടിക്ക് ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞില്ലേ, അതിങ്ങാരാ പേടിക്കണ്ട, അയ്യാക്കും ഭ്രാന്താം. പക്ഷേ ഈ പരീക്ഷണം വിജയിക്കണമെങ്കിൽ നല്ല കഴിവും ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ വേണം. അത് വേണം. ഗർഭത്തിനല്ലേ? ഞാൻ പലരെയും പരീക്ഷിച്ചു നോക്കി, ആരും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതങ്ങനെ ശരിയാവില്ല അല്ലേ? പ്രത്യേകിച്ച് ഈ ഗർഭം ധരിക്കുന്ന കാര്യമായതുകൊണ്ട്. അതെ, എന്റെ അഭിപ്രായത്തിൽ സുധി കറക്റ്റ് ആയിരിക്കും. സുധി കറക്റ്റ്. സുധി ഏത് സുധി? ഈ സുധി. ഞാനോ? അയ്യോ, എന്നെ കൊണ്ടൊന്നും കഴിയില്ല സർ. അതെന്താ? ഒന്നാമത് ഞാൻ സാധാരണക്കാരൻ മാത്രമല്ല, എന്റെ വീട്ടിൽ പോലും ആരും ഗർഭം ധരിച്ചിട്ടില്ല. എന്റെ സുധി, ഈ ഭൂമിയിൽ ഓരോരുത്തരും പിറന്നു വീഴുന്നത് ഓരോ നിയോഗത്തോടെയാണ്. ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് നിയോഗങ്ങളുണ്ട് സർ. നീ ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഈ പരീക്ഷണത്തിന് തയ്യാറായാൽ അത് ഞാനും നീയും ഈ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും. ഡോക്ടർ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. സുധി, ഈ പരീക്ഷണത്തിന് വേണ്ടി തെരഞ്ഞു നടന്ന എനിക്ക് മറ്റൊരാളെ കിട്ടും. പക്ഷേ സുധിയാവുമ്പോൾ ഏറ്റെടുക്കുന്ന ജോലി ആത്മാർത്ഥതയോടുകൂടി പൂർത്തിയാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പൊ തരുന്ന 20 ലക്ഷം രൂപ കൂടാതെ പരീക്ഷണം പൂർത്തിയാകുമ്പോൾ ഒരു 10 ലക്ഷം രൂപയും കൂടെ തരാം. ഇല്ല ഡോക്ടർ, അതൊന്നും ശരിയാവില്ല. എടുത്തു ചാടി ഒരു നോ പറയണ്ട, നല്ലതുപോലെ ആലോചിക്കുക. ശരി സാർ. അങ്ങോട്ട് ബാത്റൂമാ, ഇതാ വഴി. പെട്ടെന്ന് തന്നെ അറിയിക്കാം സാർ. ശരി, നീ വന്നേ. അതെ, നീ എന്താ ആലോചിക്കാനുണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞത്? ഒന്നും ആലോചിക്കാനില്ല, നിനക്ക് സമ്മതമാണ്, നീ ഒന്ന് പറ. നീ ഒന്ന് പോയേ. ഇവിടെ ആണുങ്ങള് പഠിച്ച പണി 18 നോക്കിയിട്ട് ചില പെണ്ണുങ്ങൾ ഗർഭിണിയാവുന്നില്ല. പിന്നെയല്ല ഇനി ഒരു ആണ് ഗർഭിണിയാൻ പോകുന്നത്. അങ്ങേർക്ക് മുഴുത്ത പ്രാന്താടാ. ഉള്ള സമയത്ത് ആ പൈസ മേടിച്ച് നീ ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. അതെ, എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു. നന്നായി. പക്ഷേ നിന്റെ വീട്ടുകാരെ സമ്മതിക്കുമോന്നാ എന്റെ ഒരു പേടി. എടാ, നീ ഗർഭം ധരിക്കുന്നതിന് എന്റെ വീട്ടുകാരുടെ സമ്മതം എന്തിനാ? ഞാനല്ല, നീയാണ് ഗർഭം ധരിക്കാൻ പോകുന്നത്. നിനക്ക് അത്രയ്ക്ക് ദണ്ണുണ്ടെങ്കിൽ നീ പോയി ഗർഭിണിയാവിടെ. അതിന് അയാൾക്ക് എന്നെ വേണ്ടല്ലോ, നിന്നെയല്ലേ വേണ്ടത്. എടാ ഒന്ന് സമ്മതിക്കണം, നല്ല രസമായിരിക്കണം. വയറൊക്കെ ഉരുപ്പിച്ചിങ്ങനെ. സുധി, ഇങ്ങനെ എങ്ങനെയായിരിക്കും ഒരു പുരുഷനെ ഗർഭം ധരിപ്പിക്കുന്നത്? ഇനി ഡോക്ടർ തന്നെ ചിലപ്പോ. അയ്യോ, അങ്ങനൊന്നും ആയിരിക്കില്ല. അയ്യോ, കേറി നോക്കടാ, അവനോട് ഉണ്ടോന്ന്. ആരാ? എന്താ? സുധി എവിടെടാ? ഇവിടെ ഇല്ല. ആരൊക്കെ നിങ്ങള്? കേറി നോക്കടാ. തോന്നിയാസം കാണിക്കുന്നു. നീ ആരടാ? നിനക്ക് എന്നാ അറിയാം? എടാ, ഈ വീടും സ്ഥലവും സുധി എന്റെ പേർക്ക് എഴുതി തന്നിട്ടുള്ളതാ. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഓഹോ, സാറാർ ഇവിടുത്തെ കളക്ടറാണോ? യവൻ ബ്ലേഡ് ആന്റണിയാ. ആദ്യം പണം കൊടുക്കുക, പിന്നെ വീടും പറമ്പും കൈക്കലാക്കുക. ഈ നാട്ടിലെ നിയമവും കോടതിയും പോലീസും ഒക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കോടതി, നിയമവും പോലീസും കോപ്പും ഒക്കെ ഞാൻ തന്നെയാ. നാട്ടുകാരുടെ മൊത്തം നെഞ്ചത്ത് കയറി നിരങ്ങിട്ട് നീയൊക്കെ ഇവിടെ നിന്ന് പോന്ന കാണണം. നീയൊക്കെ കാണിക്കുന്ന ഈ നകളിപ്പിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നതേ അവനാ, സുധീന്ദ്രൻ. പോടാ പോടാ, നിന്ന് വരട്ടാ പോടാ. ഇത് ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല, ഓർത്തോലരും. പോടാ. അവന്മാരുടെ വരവ് കണ്ടപ്പോ ഞാൻ കരുതി മറ്റേ പാർട്ടിക്കാർ എനിക്കെതിരെ കൊടുത്ത കൊട്ടേഷൻ ആയിരിക്കുമെന്ന്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒന്നുകിൽ അവന് കൊടുക്കാനുള്ള കാശ് കൊടുക്കണം, അല്ലെങ്കിൽ വീടും പറമ്പ് അവന്റെ പേർക്ക് എഴുതി കൊടുക്കണം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ആ ലോക്കൽ കമ്മിറ്റിയിലെ സരസനുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാലോ? വേണ്ട, അവര് തരുമോ 20 ലക്ഷം? നിന്റെ അച്ഛനും മുത്തച്ഛനും ഉറങ്ങുന്ന മണ്ണായത്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ മോനെ? ഇല്ലമ്മേ,
എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. തേടിയ വള്ളി കാലു ചുറ്റി എന്ന് പറയുന്ന പോലെ നീ എന്റെ മുന്നിൽ തന്നെ ഇങ്ങ് വന്നല്ലോടാ. ദാ തരാനുള്ള പണം മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട്. ആധാരവും മറ്റ് ഡോക്യുമെന്റ്സും തിരികെ തന്നേക്ക്. എന്നടാ നിനക്ക് ലോട്ടറി അടിച്ചോ? അപ്പം തിന്നാ പോരെ, കുഴിയാണോ അണിച്ചായ? ഡോക്യുമെന്റ്സ് തിരിച്ചു ഓ കൊടുക്കും. എടാ ഭദ്ര അതിങ്ങെടുത്തു വന്നോ. ദാ എണ്ണി നോക്കടാ. ആ ദാ കണ്ണടാ, വീട്ടിൽ കയറി ഒന്ന് വിളയാടിയപ്പം ഇല്ലാത്ത കാശ് തനിയേ ഉണ്ടായി. ഓടാ. ഇതെന്റെ അമ്മയെ തല്ലിയതിന്. സർ, പറഞ്ഞതിലും കൂടുതൽ പണം സാർ എനിക്ക് തന്നു. എന്റെ ബാധ്യത മുഴുവൻ തീർത്തു. ഈ കട ഞാൻ എങ്ങനെ വീട്ടും സാർ? എന്താ സുധി ഇത്? തൻ്റെ ഒരു ആവശ്യം കണ്ടറിഞ്ഞ് ഞാൻ സഹായിച്ചു. പകരം എൻ്റെ പരീക്ഷണത്തിന് താൻ എന്നെയും സഹായിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. അല്ല ഡോക്ടറെ, എനിക്കൊരു സംശയം. ഈ പരീക്ഷണം പരാജയപ്പെട്ടാല് ഞങ്ങൾ ഈ കാശ് തിരിച്ചു തരണോ? വേണ്ട. മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് ബാക്കി തരാനുള്ള പണം മുഴുവൻ തരികയും ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞില്ലടാ, പൈസയുടെ കാര്യത്തിൽ ഡോക്ടർ നല്ല സന്മനസ്സുള്ള ആളാണെന്ന്. അങ്ങനെയാണ് ഡോക്ടർ. ഒരു സംശയം കൂടി. ഈ പെണ്ണുങ്ങൾ ഗർഭം ധരിക്കുമ്പോഴാണല്ലോ ഗർഭിണി എന്ന് വിളിക്കുന്നത്. അതെ. അപ്പൊ ആണുങ്ങൾ ഗർഭം ധരിച്ച് എന്ത് വിളിക്കും? ഗർഭിണെന്നോ? അത് നമുക്ക് ഗർഭശ്രീമാൻ എന്ന് വിളിക്കാം. ആ, ഗർഭശ്രീമാൻ. അത് കൊള്ളാം. ഗർഭശ്രീമാനെ അത് കൊള്ളാം. ഞാൻ സുധീന്ദ്രന്റെ അവസ്ഥ മുതലെടുക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഒരു കാരിയർക്ക് വേണ്ടി ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു, പലരെയും കണ്ടു. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി സുധീന്ദ്രൻ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടത്. അല്ല, നമ്മളിവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതല്ലേ? എടുത്ത് കഴിക്കേ. ആ, അതെ, കഴിക്ക്. അതെ, ഒന്ന് ചിയേഴ്സ് അടിച്ചേ. മുട്ടിക്ക്. ചിയേഴ്സ്. ചിയേഴ്സ്. നീ എന്തെങ്കിലും ഒന്ന് പറയേ. സുധിയേട്ടന് പോയേ തീരൂ അല്ലേ? ആരെയും വിട്ടുപോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ വലിയ ശമ്പളമുള്ളൊരു ജോലി എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരമാണ്. സുധിയേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. 1-2 വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുമിച്ചല്ലേ, മരണം വരെ. അമ്മയെ ശ്രീകുട്ടിയൊക്കെ ഒരു വിധത്തിലാ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ കഴിയില്ല എനിക്ക് എന്റെ സുധിയേട്ടന്. പിന്നെങ്ങനെയാ 2 വർഷം?